ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചക്കയുടെ ഉണ്ടാക്കിയാലോ. ഇപ്പോൾ ഞങ്ങൾക്ക് പഴുപ്പ്ളാവിൻ്റെ ചക്ക കിട്ടി കേട്ടോ. അതിൻ്റെ ആ ചുളയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കായേ. അതിനകത്തേക്ക് ഏലക്കാപ്പൊടിയും ശർക്കരയും തേങ്ങയും പിന്നെ അരിപ്പൊടിയും വെച്ചാണ് ഉണ്ടാക്കണേ. അരിപ്പൊടിയും റവയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ചക്കയിൽ തന്നെ നല്ലതുപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒരു തിക്നെസ് വരണ വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി ആയത് കാരണം ഇതിൽ മിക്സ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി അത് കട്ടിയാവും കേട്ടോ, കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പൊടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഇടായി. അപ്പോൾ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലേക്ക് ഇടനീളം വരെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുറച്ച് ലീവ്സേ ഉള്ളൂ. അതിൽ നിന്നൊരു 10-12 ലീവ്സ് ഞാൻ മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതെടുത്തപ്പോൾ തന്നെ ആ ചെടി തന്നെ പ്രാഗിയിട്ടുണ്ടാവും, കാരണം ആകെ കുറച്ച് ലീഫേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഇടനീലയും വെച്ചുള്ള കുമ്പിളപ്പം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ കേട്ടോ. ചെറിയ ലീഫായത് കാരണം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് അമ്മച്ചി പറഞ്ഞു. അമ്മച്ചിയുടെ നാട്ടിലൊക്കെ ഇടനീലയുടെ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലീഫായിരിക്കും. അപ്പോൾ നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഷേപ്പായിട്ട് കിട്ടും. പക്ഷേ ഇതങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ, കാരണം ചെറിയ ഇല ആയത് കാരണം നമുക്ക് അതിലോട്ട് വെച്ചത് കുമ്പിളാക്കാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ മാവ്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കുമ്പിളാക്കാനേ പറ്റത്തുള്ളൂ, കാരണം ചെറിയ ലീഫായത് കാരണം പുറത്തേക്ക് ഇങ്ങനെ ചാടി വരണേണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുമ്പിളാക്കിയതിന് ശേഷം ആ നെട്ടെടുത്ത് കുത്തി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കണ്ടോ, കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് വേണ്ട കേട്ടോ നമ്മൾ ഈ മാവ് പേസ്റ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ കുമ്പിൾ കുത്തി ഇങ്ങനെയാണ് എടുക്കുന്നത്. ഞാനും 2-3 ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. താഴെ കൂടിയൊക്കെ ഇങ്ങോട്ട് പോന്നു, എന്നാലും ഞാൻ 2-3 ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ആ ഇടനീലയുടെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആ കുമ്പിളപ്പത്തിന് വരും എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടേക്കണത്. അമ്മച്ചിയൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ കുമ്പിളൊന്നും കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. വാഴയിലയിൽ വെച്ചാണെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഗോതമ്പ് പൊടിയോ മൈദയോ എന്തെങ്കിലും വെച്ച് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം. കൂടുതലും നമ്മൾ അരിപ്പൊടിയും വെച്ച് ഈ ഇടനീലയുടെ അപ്പം ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അതിനാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് വരണത്. ഗോതമ്പിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാനും ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അമ്മച്ചി കുമ്പിളായിട്ട് വെച്ച് നോക്കണേനെ. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ നമുക്ക് ചെറിയ അപ്പമായിട്ട് കിട്ടണുള്ളൂ, കാരണം കുഞ്ഞില ആയത് കാരണം നമുക്ക് ചെറിയ കുമ്പിളപ്പം ഉണ്ടാക്കാനേ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കണമായിരുന്നു. അതിന് പറ്റിയല്ല, നമ്മുടെ ചെടിയിലില്ലല്ലോ. വലിയ മരമൊക്കെ ആയിരുന്നു വെച്ചാൽ നമുക്ക് കുറേ ഇല കിട്ടിയാൽ. ഇവിടെയൊന്നും ഇല്ല, ഈ ഇടനീലയുടെ മരമൊന്നും ഇവിടെയൊന്നും ഇല്ല. അവിടെ മൂവാറ്റുപുഴ സൈഡൊക്കെ കുറേ ഉണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് ആവി കയറ്റി എടുക്കാം കേട്ടോ. ആവി കയറ്റുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും എന്നാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ, ഇങ്ങനെ കുമ്പിളപ്പം ഉണ്ടാക്കണതൊക്കെ. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ കറുകപ്പട്ടയില്ലേ, കറുകപ്പട്ടയുടെ സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടേസ്റ്റും ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. ചക്കയുടെ എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് ചക്കയുടെ എല്ലാ വിഭവങ്ങളും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചൂടാറാൻ വേണ്ടി വെച്ചേക്കണേ ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നല്ല ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ലീഫ് അതിൻ്റെ ഉള്ളിലേക്ക് ആ നട്ടൊക്കെ കയറ്റി വെച്ചേക്കണത് നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റവയൊക്കെ ഇട്ട് കാരണം കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. അരിപ്പൊടിയും റവയും കൂടി ആയത് കാരണം കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ചക്കയുടെയും ആ ഇടനീലയുടെയൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കണതായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണ കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.